വെറുതെ കോൺഗ്രസിനെയും RSSനെയും ചീത്ത പറഞ്ഞാലൊന്നും കമ്മ്യൂണിസ്റ്റ് ആവില്ല കേട്ടോ. നല്ല ഗ്രഹപാഠം പഠിക്കണം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും എല്ലാം. സാമൂഹിക ജീവിതത്തെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും നല്ല രീതിയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നില വേണം. അല്ലെങ്കിൽ ഈ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും എല്ലാം കൂടി നമ്മളെ മനസ്സ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് എന്തോ ആക്കും. അതിനെ അതിജീവിക്കാനുള്ള കേരളത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഈ പഠനം തന്നെയാണ്. ഈ പഠനത്തിലൂടെയാണ് നമ്മളിതിനെ അഭിമുഖീകരിക്കുന്നത്. കേരളം കേരളമായിട്ട് നിൽക്കുന്നത് ആ ശേഷി കൊണ്ടാണ്. വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള നമ്മുടെ ശേഷി കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലുണ്ടാവില്ല. കാരണം ലോകത്ത് കേരളത്തിലുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് ഈ മാധ്യമ ശൃംഖലയാകെ ഒരേപോലെ ഊന്നി പ്രവർത്തിക്കുന്ന മറ്റൊരു നാട് ഈ ഭൂമുഖത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഈ മാധ്യമ ശൃംഖലകളാകെ പാർട്ടിക്കും ഗവൺമെന്റിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്കുമെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചാരവേല ഇത്ര ശക്തമത്തായ രീതിയിൽ ബൂർഷ്വാ ഐഡിയോളജി, ബൂർഷ്വാ ആശയതലം കൈകാര്യം ചെയ്യുന്ന ഒരു തലം ലോകത്ത് കേരളത്തെ പോലെ വേറെ എവിടെയില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ മനോരമയോടും മാതൃഭൂമിയോടും ഏഷ്യാനെറ്റിനോടും, ഞാനത് മൂന്നും പ്രധാനമായിട്ട് പറയുന്നത് 3 കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ടാണ്, അതിനെ അതിജീവിച്ച് വേണം നമുക്ക് കമ്മ്യൂണിസ്റ്റായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റായിട്ടും ഒക്കെ തുടരാൻ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് മാഷ് പറഞ്ഞ ഈ ക്യാപ്സൂളിന്റെ ആകത്തുക എന്നത്? മനസ്സിലായോ നിങ്ങൾക്ക്? മാഷ് ആരാണ്? നമ്മളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പറഞ്ഞ കാര്യത്തിന്റെ ആകത്തുക എന്താണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അടിമകളായ നിങ്ങള് ഞങ്ങൾ പറയുന്നത് മാത്രമേ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാടുകയുള്ളൂ, ബാക്കിയുള്ള ഒന്നും നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യരുത്, അതിന്റെ അടുത്തുകൂടി പോലും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കള്ളക്കളികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അടിമകളായിരിക്കുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അയ്യന്റെ പൊന്ന് കൊള്ളയടിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ അടിമകളായിരുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മക്കള്, എല്ലാവർക്കും മക്കളുണ്ട്, വിവേകുണ്ട്, വീണയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കണം. അവരുടെ ബാങ്ക് ബാലൻസുകൾ വർദ്ധിക്കണം. അതിന് RSSന്റെ കീഴിൽ കൊണ്ടുപോയി ആശയത്തെയും ആദർശത്തെയും ഒക്കെ പണയം വെക്കണം. അതിന് എന്ത് വേണം? നിങ്ങൾ അടിമകളാകണം. നിങ്ങൾ ഈ പറയുന്ന മാതൃഭൂമി, ഈ പറയുന്ന ഏഷ്യാനെറ്റ്, ഈ പറയുന്ന മനോരമ, ആരും എന്ത് പറഞ്ഞാലും, കേരളത്തിലെ മറ്റുള്ള ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അത് കാണാൻ പാടില്ല, നിങ്ങൾ അത് കേൾക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ എന്താണ് കാണേണ്ടത്? നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ അയക്കുന്ന ആ യൂണിവേഴ്സിറ്റിയിലൂടെ വാട്സപ്പിലൂടെ യൂണിവേഴ്സിറ്റിയിലൂടെ ഞാൻ അയച്ചു തരുന്ന കാര്യങ്ങൾ, ആ ക്യാപ്സ്യൂളുകൾ മാത്രമേ നിങ്ങൾ വായിക്കാൻ പാടുകയുള്ളൂ. ആ യൂണിവേഴ്സിറ്റിയിലൂടെ ലഭിക്കുന്ന കുറിപ്പുകൾ മാത്രമേ നിങ്ങൾ ഗൃഹപാഠം ചെയ്യണം. എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ കഴിയും. നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കണം, അത് വായിക്കണം, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം, മനഃപ്പാഠമാക്കണം, നിങ്ങൾ മനസ്സിനുള്ളിൽ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ അടിമകളായിരിക്കുകയുള്ളൂ, നിങ്ങളുടെ രാജാവായിരിക്കാൻ ഞങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അപ്പം മാത്രമേ അയ്യപ്പന്റെ പൊന്നു കക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ മാത്രമേ RSSുമായി ചെങ്ങാത്തം കൂടുവാനും RSSുമായി ഡീൽ ഉറപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പൊ മാത്രമേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വലിയ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ലേ? വീണക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സർവീസ് ചെയ്തതിന് കോടികൾ, വിവേകിന് ലൈഫ് മിഷൻ കേസിൽ നിന്ന് പല കോടികൾ. ഇനി ഗോവിന്ദന്റെ മകന്റെ കാര്യം എടുത്താലോ? ഗോവിന്ദന്റെ മകൻ ഇന്ന് ആരാ? കേരളത്തിൽ അറിയപ്പെടുന്ന പ്രൊഡ്യൂസറാ, സിനിമ പ്രൊഡ്യൂസറാ. എവിടെ നിന്നാ ഗോവിന്ദന്റെ മകന് ഇത്രയും വലിയ സ്വത്തുക്കൾ ലഭിച്ചത്? ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒന്നല്ല, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തന്നെ എത്രയധികം പണം വേണം?
ആ പണമെല്ലാം ഗോവിന്ദന്റെ മകന് എവിടുന്നാ ലഭിച്ചത്? കത്ത് പോയത് കണ്ടില്ലേ പോളിറ്റ് ബ്യൂറോയിലേക്ക്? ആ കത്ത് പോയതിന്റെ തൊട്ട് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു വേട്ടയാടി അയാളുടെ പച്ചയിറച്ചി കൊത്തി വലിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും ഗൃഹപാഠം ചെയ്യണം. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താലും നമ്മുടെ കൈകൾ ശുദ്ധമാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്താലും നമ്മുടെ കൈകൾ ശുദ്ധമാണ്. പോറ്റിയെ അറസ്റ്റ് ചെയ്താലും നമ്മുടെ കൈകൾ ശുദ്ധമാണ്. അയ്യപ്പന്റെ പൊന്ന് നമ്മൾ കൊണ്ടുപോയി കട്ടുമുടിച്ചാലും നമ്മുടെ കൈകൾ ശുദ്ധമാണ്. അപ്പോ എന്താ വേണ്ടത്? ഈ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് മാത്രമേ നിങ്ങൾ വായിക്കാൻ പാടുകയുള്ളൂ. അത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കുവാനുള്ള, കേൾക്കുവാനുള്ള, കാണുവാനുള്ള സൗകര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ ആകത്തുക. അടിമകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഗോവിന്ദൻ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാക്കണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. മറ്റാര് എന്ത് പറഞ്ഞാലും നോ നോ, അതിലൊന്നും നിങ്ങൾ കാത് കൊടുക്കരുത്. നിങ്ങളുടെ മസ്തിഷ്കം അതിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. ഞങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾ അടിമകളായിട്ടിരിക്കുകയുള്ളൂ. ഗോവിന്ദന് ബോധ്യമുണ്ട്. കാരണം ഈ അടിമകൾ മറ്റു പലതും കേൾക്കുകയും കാണുകയും അതൊക്കെ മനസ്സിലാക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അടിമകളെ അടിമകളായിട്ട് കിട്ടുകയില്ല എന്നുള്ള ബോധ്യം ഗോവിന്ദനുണ്ട്. ഗോവിന്ദൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ ഈ പറയുന്ന വലിയ ഒരു കണ്ണൂരിൽ ഈ പറയുന്ന വീട് കയറാത്തതിന് വലിയ ശകാരങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഗോവിന്ദന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലായിരിക്കുമെന്നുള്ള കാര്യം ഗോവിന്ദന് ഒരു സംശയവുമില്ല. ആ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഗോവിന്ദൻ നല്ല ബോധ്യവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇതിപ്പോ നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ, എന്തിനാ ഗോവിന്ദ ഇത്ര അസഹിഷ്ണുത? കാട്ടിക്കൂട്ടിയതിനല്ലേ ചോദിക്കുന്നത്? അയ്യപ്പന്റെ പൊന്നുകെട്ടതിനല്ലേ ചോദിക്കുന്നത്? അല്ലേ? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാ? RSSന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആദർശത്തെ പണയം വെച്ചപ്പോഴല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ എന്തിനാ ഇത്ര വലിയ അസ്വസ്ഥരാകുന്നത്? എന്തിനാണ്? അടിമകളെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ? അടിമകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മിസ്റ്റർ ഗോവിന്ദൻ. കരുതുന്നത്ര അടിമകൾ ഇപ്പോഴില്ല. ആ അടിമകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളം ഒന്നടങ്കം മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ കാര്യത്തിലൊന്നും നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. ഈ വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ ആണിയടിയുടെ അവസാനത്തെ ആണിയടി ആ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അടിമകൾ ഇങ്ങനെ കിടന്ന് നിരന്ന് മുഴുകുകയാണ്. അതിനിടയിൽ ചില അടിമകളുടെ ചില തിരിച്ചറിവുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മകുമാർ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റി അംഗമായിരുന്ന, MLA ആയിരുന്ന, ലോക്കൽ സെക്രട്ടറി ആയിരുന്ന, DYFIയുടെ നേതാവായിരുന്ന, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ്. ആ അറസ്റ്റില് ഈ ചില അടിമകൾക്ക്, ചില സഖാക്കൾക്ക് ബോധങ്ങൾ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയകളിൽ വലിയ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. ഈ ഒറ്റുകാരനെ ഒറ്റപ്പെടുത്താൻ ഈ പാർട്ടിയെ ഒറ്റുകൊടുത്തവനെന്നാണ് വിളിക്കുന്നത്. പക്ഷെ സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പത്മകുമാറിന് മുകളിലും അയാൾ ദൈവതുല്യനായി കണ്ട വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പോ പാർട്ടിയെ ഒറ്റുകൊടുത്തത് പത്മകുമാർ മാത്രമല്ല. അയാൾ ദൈവതുല്യനായി കണ്ട വ്യക്തി കൂടിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ആ ദൈവതുല്യൻ നിങ്ങൾക്കും ദൈവതുല്യനായിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ദൈവതുല്യൻ നിങ്ങൾക്കും ദൈവതുല്യനായിരിക്കാം. ആ ദൈവതുല്യനേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്മകുമാർ അറസ്റ്റ് നടന്നു കഴിയുമ്പോൾ ഗോവിന്ദൻ ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. നിങ്ങൾ മാതൃഭൂമി കാണരുത്, നിങ്ങൾ ഏഷ്യാനെറ്റ് കാണരുത്, നിങ്ങൾ മനോരമ കാണരുത്, നിങ്ങൾ മറ്റൊന്നും കാണരുത്. നിങ്ങൾ ആകെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്.
ആ യൂണിവേഴ്സിറ്റിയിലെ ക്യാപ്സ്യൂളുകൾ മാത്രമേ നിങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാടുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ അടിമത്വം നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ അടിമകളായിരിക്കണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും പൊട്ടിമുളക്കും. ആ ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്യാപ്സ്യൂളുകൾ, ഞാൻ ഇറക്കുന്ന ക്യാപ്സ്യൂളുകൾ മാത്രമേ, AKG സെന്റർ ആസ്ഥാനമായിട്ടുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ക്യാപ്സ്യൂളുകൾ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ, നിങ്ങൾ മനഃപ്പാടമാക്കാൻ പാടുകയുള്ളൂ. എന്തൊരവസ്ഥയാണല്ലേ, എന്തൊരവസ്ഥയാണ്. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാർ എവിടെ വരെ എത്തി നിൽക്കുന്നു? അതിൻ്റെ അധപ്പതനം ഈ പറയുന്ന മക്കൾക്ക് വേണ്ടി, ഈ പറയുന്ന സ്വന്തക്കാർക്ക് വേണ്ടി ഇതിന്റെ നേതൃത്വം ഇറങ്ങിത്തിരിച്ചപ്പോൾ മുതൽ അതിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ കേരളത്തില്, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നായടായ കേരളത്തില്, അവിടെ സംഘ് പരിവാറിന് വളം ഇട്ടുകൊടുക്കുന്ന പരിപാടികൾ ഇവർ എന്ന് തിന്നു തുടങ്ങിയോ അന്ന് മുതൽ ഇവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവുകളുണ്ട്. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദന് മനസ്സിലാക്കാൻ കഴിയാത്തതോ തിരിച്ചറിയാൻ കഴിയാത്തതോ ആയ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദന്റെ വായിൽ നിന്ന് പലപ്പോഴും ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ചില വെള്ളപൂശലുകൾ ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഗോവിന്ദന് ഒരു കാര്യം അറിയാം, ഭരണം കയ്യിലില്ലെങ്കിൽ ഇവിടെ ഇതിനപ്പുറം പത്മകുമാറിന്റെ ദൈവത്തിലേക്കും കാര്യങ്ങൾ ചെന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഗോവിന്ദന് ഒരു തർക്കവുമില്ല. ആ തിരിച്ചറിവ് തന്നെയാണ് വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുവാനും, വെള്ളാപ്പള്ളിയെ പോലെയുള്ള വർഗീയവാദികളെ വെള്ളപൂശുവാനും, അടിമകൾ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിലേക്കും ഗോവിന്ദനെ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകൾ അടിമകൾക്കുണ്ടാവരുത്. അടിമകൾക്കുണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ ഒരു അടിമകൾ എന്ന് പറയുന്ന ആ സംഘത്തെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധ്യം ഗോവിന്ദനുണ്ട്.